ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ അബ്ദുറഹ്മാൻ മാസ്റ്റർ, വേദിയിലുള്ള ഒട്ടേറെ പേരുണ്ട്, ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. വേദിയിലുള്ള ആളുകളെക്കാളേറെ മനുഷ്യരെ സ്നേഹം കൊണ്ട് തലോടിയ, കഷ്ടതയിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവരെ കരകയറ്റിയ, അതിനുവേണ്ടി സേവനം ചെയ്ത താനൂരിലെ പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് സാന്ത്വനം പാലിയേറ്റീവ് ഇതുപോലെയുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടകരെ ആദ്യമായി സ്നേഹം ഇസ്ലാം വിചാരവേദി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാന്ത്വനം എന്ന് പറയാൻ കാരണം കരീം സാഹിബാണ് എന്നെ പരിപാടിക്ക് ക്ഷണിച്ചത്, അതുകൊണ്ടാണ് പേര് മാറി പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച സംഘാടകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രവർത്തകന്മാർ, നിങ്ങളെ താനൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്യാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ കൈമൈ മറന്നുകൊണ്ട് സഹായിക്കാൻ നമ്മുടെ രാഷ്ട്രീയവും ആദർശത്തിൻ്റെ വൈജാത്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹമെന്ന ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച് അവരെ രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും നടത്തുന്ന ശ്രമങ്ങൾ, ഇവിടെ DYFIയുടെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെയുള്ള മറ്റു മതസംഘടനകളുടെയും KNMൻ്റെയും ഒക്കെയുള്ള ആളുകളുണ്ട്. വ്യത്യസ്തമായ ജേഴ്സിയും യൂണിഫോമൊക്കെ അണിഞ്ഞുകൊണ്ടാണ് അവരുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ദുരന്തഭൂമിയിൽ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന്. അത്തരം ആളുകൾ ഗാലറിയിൽ നിന്ന് അഭിപ്രായം പറയുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയദാരിദ്ര്യമുണ്ടാകുമ്പോൾ അതിനുവേണ്ടി വിഷയങ്ങൾ കണ്ടെത്തുന്ന ആളുകളുമാണ്. നമ്മുടെ ഒരു ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ തിരിച്ചറിയാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ താനൂർ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സേനയെ കേരളത്തിന് സമർപ്പിക്കുന്നത്. 2018 പ്രളയത്തിൽ, അവിചാരിതമായി ഉണ്ടായ പ്രളയത്തിൽ അന്നത്തെ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ചങ്ങനാശ്ശേരിയിൽ അന്ന് അതിൻ്റെ ഭീതി നിറഞ്ഞ ആ പ്രദേശത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ നിങ്ങളെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോൾ, നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ ഇവിടെ എണീറ്റ് നിൽക്കുമ്പോൾ മനസ്സിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ പലതവണ പ്രഭാഷണങ്ങളിലും വായനകളിലൊക്കെ മനസ്സിലാക്കിയവരാണ്, ഇരു ഹറമുകളിൽ ഇരുന്ന് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ അതിനേക്കാളേറെ പുണ്യമുള്ള പ്രവർത്തനമാണ് പൊതുപ്രവർത്തനം. നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള ദുരിതമനുഭവിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനം ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ എഴുത്തിക്കാഫിനേക്കാൾ പുണ്യമുള്ള പ്രവൃത്തിയായി നമ്മൾ കരുതുന്നുണ്ട്. ആ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തഭൂമിയിൽ നമ്മുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരുപക്ഷെ ഇതുപോലെ മൈക്കിന് മുന്നിൽ വന്നുകൊണ്ട് ആവേശപൂർവ്വം നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷേ നിങ്ങൾ നടത്തുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊന്നും സാധിക്കാറില്ല. ഇവിടെ മുജീബ് മാഷ പോലെയുള്ള ഇതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഒട്ടേറെ പേരുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. കൊടിനിറ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ സ്നേഹം കൊണ്ട് തലോടാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.